ചിത്രം വരെ പഠിക്കാൻ കണ്ണൂരിൽ നിന്നും തൃശ്ശൂരെത്തി. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി എഴുതിയ ചാണക്യൻ. 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എതിരാളികൾ പോലും ലീഡർ എന്ന് വിളിച്ചിരുന്ന ഒരേ ഒരാൾ. കണ്ണോത്ത് കരുണാകരനെ രാജ്യപ്രഭാ മണ്ഡലത്തിൽ ചേർത്തത് BR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. സീതാറാം മില്ലിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അയച്ചത് രാഷ്ട്രീയ ഗുരുനാഥൻ പനമ്പള്ളി ഗോവിന്ദ മേനോനും. കെ കരുണാകരന് പകരം വയ്ക്കാൻ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരാളില്ല. കെ കരുണാകരൻ എന്നത് കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ച അസാധാരണ ഇച്ഛാശക്തിയുടെ പേരുകൂടിയാണ്. കെ കരുണാകരൻ അധികാരത്തിലേക്ക് എടുത്തുയർത്തപ്പെട്ടതല്ല, പോരാടി നേടിയതാണ്. തന്റെ രാഷ്ട്രീയ ജീവിതകാലം ആകെ വെല്ലുവിളികളെ പരവതാനിയാക്കിയാണ് ലീഡർ പ്രവർത്തിച്ചത്. പരാജയം അദ്ദേഹത്തെ ഒരു കാലത്തും തളർത്തിയിട്ടില്ല. പകരം അതിനെ വിജയത്തിലേക്കുള്ള വഴിയാക്കാൻ ലീഡർക്ക് അസാമാന്യ ശേഷിയുണ്ടായിരുന്നു. രാഷ്ട്രീയ ഭൂമികയിൽ എതിരാളികളെ ആക്രമിച്ചു കയറിയാണ് കെ കരുണാകരൻ എന്ന ട്രേഡ് യൂണിയൻ നേതാവ് കോട്ടകൾ പടുത്തുയർത്തിയത്. 1952-ലും 1954-ലും 1965-ലും നിയമനിർമ്മാണ സഭയുടെ ഭാഗമായെങ്കിലും നിർണായക രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് 1967-ലാണ്. അന്ന് 9 അംഗ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കെ കരുണാകരനെ നേതാവായി തിരഞ്ഞെടുത്തു. കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായി. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ പ്രസക്തമായ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മകളും മുന്നണി രാഷ്ട്രീയവും രാജ്യത്ത് ആദ്യം കണ്ടത് കേരളത്തിലാണ്. അത്തരമൊരു പരീക്ഷണം നടത്തി വിജയിച്ച നേതാവായിരുന്നു കെ കരുണാകരൻ. സംസ്ഥാന രൂപീകരണം മുതൽ 1980-കൾ വരെ കേരളം കണ്ടതിലേറെയും അസ്ഥിരമായ സർക്കാരുകളാണ്. കെ കരുണാകരൻ എന്ന കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്ടാചാര്യന്റെ ആശയമായിരുന്നു. UDF 1982-ൽ ലീഡറുടെ നേതൃത്വത്തിലാണ് ആദ്യമായി ഒരു കോൺഗ്രസ് സർക്കാർ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്നത്. അടിമുടി കോൺഗ്രസുകാരനായിരിക്കുമ്പോഴും രാഷ്ട്രീയ എതിരാളികളെ ഒരു ഭയവുമില്ലാതെ വിമർശിക്കുമ്പോഴും ജാതി മത പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തിയ നേതാവായിരുന്നു ലീഡർ. ഏവർക്കും സ്വീകാര്യൻ. കണ്ണിറുക്കിയുള്ള ലീഡറുടെ ചിരിയിൽ അലിയാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. ഗുരുവായൂരപ്പന്റെ ഉറച്ച ഭക്തൻ. പക്ഷെ എല്ലാ ജാതിമത വിശ്വാസികൾക്കും ഒരുപോലെ സ്വീകാര്യൻ. ആർക്കും എപ്പോഴും സമീപിക്കാവുന്നയാൾ. മതേതരത്വത്തിന്റെ അടിച്ചുറച്ച വക്താവായിരുന്നു ലീഡർ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോഴും അത് അന്യമതസ്ഥരെ നോവിക്കുന്നതാകരുതെന്നും മറ്റു മതസ്ഥരുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി മുന്നിൽ നിൽക്കുകയാണ് ഉത്തമ ഭരണാധികാരിയുടെ ഗുണമെന്നും ഞാൻ പഠിച്ചത് ലീഡറിൽ നിന്നാണ്. എപ്പോഴും ഊർജ്ജസ്വലൻ, തീരുമാനമെടുക്കുന്നതിലെ അസാമാന്യ വേഗത, അത് നടപ്പാക്കുന്നതിലെ ഇച്ഛാശക്തി, ഇതൊക്കെയാണ് ലീഡർ എന്ന ഭരണാധികാരി. കെ കരുണാകരൻ എക്കാലത്തും ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കരുത്തും വികാരവുമാണ്. കേരളത്തിന് ഇനി ഒരു ലീഡർ ഇല്ല. ആ പേരിന് അവകാശി ഒരേ ഒരാൾ മാത്രമാണ്. ബാക്കിയുള്ളവർ അദ്ദേഹത്തിന്റെ അനുയായികളും ആ പാത പിന്തുടർന്നു വരുന്നവരും മാത്രം. ലീഡറുടെ ഓർമ്മകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആവേശവും കരുത്തുമാണ്. ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.